എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോളാർ മാസിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നില്ല. മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലുള്ള ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ, അതുപോലെ മോളാർ മാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെ നമ്മൾ ഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? മോളാർ മാസ് ആയിട്ട് മാറും നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്, അതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് മോൾ, അതായത് വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള റിലേഷൻ. വാതകങ്ങളുടെ വ്യാപ്തം അതുപോലെ തന്നെ മോൾ, അത് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അവഗാഡ്രോസ് ലോ പഠിച്ചായിരുന്നു. എന്തായിരുന്നു അവഗാഡ്രോ ലോ? ഓർക്കുന്നുണ്ടല്ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഒരു കേസിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വോളിയത്തിന്റെ കേസിൽ നമ്മൾ പറയുവാണ് കേട്ടോ. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റും പ്രഷർ കോൺസ്റ്റന്റും നമ്മൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് എടുക്കുന്നത്. എപ്പോഴും ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ്. അതുപോലെ പ്രഷർ കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 1 atm പ്രഷർ ആണ്. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് പ്രഷറും എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പം അങ്ങനെ സ്റ്റാൻഡേർഡ് പ്രഷറിലും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും മനസ്സിലാക്കുക കേട്ടോ. അതിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനെ നമ്മൾ STP എന്ന് പറയും കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്, STP. അതാ നോക്കുക. ഇഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഫിക്സഡ് അറ്റ് 273 കെൽവിൻ ആണ് 1 atm റെസ്പെക്റ്റീവ്ലി, ഇറ്റ് ഈസ് നോൺ ആസ് STP. 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറും ആക്കി നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണെന്നുള്ള അതിനെ നമ്മൾ പറയുന്നതാണ് STP എന്നാണ് പറയുന്നത്. അപ്പോൾ STP എന്ന് പറയുമ്പോൾ ഓർത്തണം, ടെമ്പറേച്ചർ എത്രയാണ്? 273 ആണ്. പ്രഷർ എത്രയാണ്? 1 atm ആണ്. അതിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അങ്ങനെയുള്ള STPയിൽ 1 mol ഓഫ് എ ഗ്യാസ് occupies a volume of 24 liter. ദിസ് ഈസ് നോൺ ആസ് എ മോളാർ വോളിയം അറ്റ് STP. അതായത് STPയിലെ കാര്യം മനസ്സിലായല്ലോ. STP എന്ന് പറയുമ്പോൾ 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറുമാണ്. അപ്പൊ ആ ഒരു STPയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മോൾ ഏതൊരു വാതകത്തിനും, ഒരു മോൾ ഏതൊരു ഗ്യാസ് എടുക്കുക, ഏതൊരു ഗ്യാസിന്റെ കേസ് നമ്മൾ നൈട്രജനോ ഹൈഡ്രജനോ ഓക്സിജനോ ഏതൊരു ഗ്യാസ് നമ്മൾ എടുക്കാന്ന് ചോദിച്ചു. അപ്പൊ ഏതൊരു ഗ്യാസിന്റെ കേസിലും ഒരു മോൾ എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ മോളാർ വോളിയം മറ്റ് STP എന്ന് പറഞ്ഞാൽ. മോളാർ മാസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ മോളാർ വോളിയം STP എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് ഫിക്സഡ് ആണ് കേട്ടോ, 22.4 ലിറ്റർ ആണ്. അതാണ് മോളും വോളിയം ഓഫ് എ ഗ്യാസ് തമ്മിലുള്ള റിലേഷൻ. 1 mol ഓഫ് എനി ഗ്യാസ്, ഓർത്തിരിക്കട്ടെ, 1 mol ഓഫ് എനി ഗ്യാസ് occupies എ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് പറയുന്നു? മോളാർ വോളിയം എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോൾ. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മോൾ ഏതൊരു വാതകത്തിനെയും അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അതിനെ നമ്മൾ മോളാർ വ്യാപ്തം അല്ലെങ്കിൽ എന്താണ് മോളാർ വോളിയം മറ്റ് STP എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു കേസിൽ STPയിൽ നമ്മൾ നിൽക്കുകയാണ്. STP എന്ന് പറയുമ്പോൾ ഓർത്താണ്, ടെമ്പറേച്ചർ 273 ആണ്, പ്രഷർ 1 atm ആണ്. അപ്പൊ അങ്ങനെയുള്ള വാതകങ്ങളുടെ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഗ്യാസിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഇതാ നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STPയിലുള്ള ഒരു ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ് കേട്ടോ. ഇതാ നോക്കുക, എന്താണ് ഗിവൺ വോളിയം, തന്നൊരു വോളിയം തന്നിരിക്കും, അതേ ഡിവൈഡ് ബൈ മോളാർ വോളിയം അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് 22.4 ലിറ്റർ ആണ്, ഇല്ലേ? 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം മറ്റ് STP എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ നമ്പർ ഓഫ് മോൾസ്, എത്ര മോളുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി, തന്നിരിക്കുന്ന വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം അറ്റ് STP ചെയ്യുക. മനസ്സിലായല്ലോ ഇക്വേഷൻ? ഇപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. STPയിലുള്ളൊരു ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ഇതാ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിളും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ നോക്കുക കേട്ടോ. ആദ്യം എന്താണ്? ഓക്സിജൻ ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മോളാർ മാസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടല്ലോ, ഓക്സിജൻ എത്രയാണ്? 32 ആണ് വരുന്നത് കേട്ടോ, 32 ഗ്രാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്സിജൻ 16 അല്ലേ, 16 രണ്ടെണ്ണം ഉണ്ട്, അപ്പം 2 × 16, അപ്പം 32 എന്ന് വരും. ഗിവൺ മാസ് വന്നിട്ടുണ്ട് 32 ഗ്രാം വന്നതിനുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതല്ലേ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഗിവൺ മാസ് എത്രയാണ്? 32 ആണ്. മോളാർ മാസ് പറഞ്ഞിരിക്കുന്നത് 32 ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്ര വന്നു? 1 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ വോളിയം നോക്കിയേ 22.4 ആണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയേ NH3. NH3 എത്രയാണ് വരുന്നത്? മോളാർ മാസ് എന്ന് പറയുമ്പോൾ നൈട്രജന്റെ ഇല്ലേ, നൈട്രജന്റെ എത്രയാണ് വരുന്നത്? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്ത 14 വരും, ഹൈഡ്രജൻ ഇവിടെ 3 ആണ്, അപ്പം 1 × 3 എന്ന് വരും. അപ്പൊ 14 3 17 വരും കേട്ടോ. 17 ഗ്രാം ആണ് വരുന്നത്. ഗിവൺ മാസ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? 170 ഡിവൈഡ് ബൈ 17 എത്ര വരും? 10 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വോളിയം എത്രയായിരിക്കും വരുന്നത്? നമുക്കറിയാം 1 മോളിന്റെ കേസ് വരുമ്പോൾ വോളിയം 22.4 ആണ്. അപ്പൊ എന്താ നോക്കിയാൽ നമ്പർ ഓഫ് മോൾസ് 10 ആയി. അപ്പൊ എത്രയായിരിക്കും വോളിയം? എത്രയായിരിക്കും വരുന്നത്? 22.4 × 10 എന്ന് വരികയല്ലേ, അല്ലെങ്കിൽ 10 × 22.4 എന്ന് വരില്ല. അപ്പൊ എത്ര വരും? 224 എന്ന് വരും. മനസ്സിലായോ? നമ്പർ ഓഫ് മോൾസ് 1 ആകുമ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 22.4 ആണ് നമ്മൾ കണ്ടു. നമ്പർ ഓഫ് മോൾസ് 10 ആയപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ അത്രേ അതിന്റെ 10 ഇരട്ടി, അതായത് 22.4 × 10 എന്ന് വരും, അതായത് 224 എന്ന് വരും. മനസ്സിലായല്ലോ. ഇനി നോക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എത്രയാണ് മോളാർ മാസ് വരുന്നത്? 44 ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എത്ര ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. കാർബണിന്റെ 12 ആണ് വരുന്നത്, ഓക്സിജന്റെ 16 ആണ് വരുന്നത്. അപ്പൊ 32 പിന്നെ ഒരു 12 വരുമ്പോഴാണ് 44 വരുന്നത്. മനസ്സിലായല്ലോ. പക്ഷെ ഇവിടെ ഗിവൺ മാസ് വന്നിട്ടില്ല, പക്ഷെ നമ്പർ ഓഫ് മോൾസ് വന്നിട്ടുണ്ട് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ഗിവൺ മാസ് അല്ലെ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാ നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് വന്നിട്ട് ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പോരെ. അപ്പൊ അതാ നോക്കുക, നമ്പർ ഓഫ് മോൾസ് 3 ആണ്, മോളാർ മാസ് 44 ആണ്. അപ്പൊ എത്രയാണ് വരുന്നത്? 132 എന്ന് വരും കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 132 ഗ്രാം എന്ന് വരും. മനസ്സിലായല്ലോ. വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 × 22.4 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 67.2 ലിറ്റർ എന്ന് കിട്ടും കേട്ടോ. 67.2. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ NO2ന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എത്രയാണ്? 46 ആണ് വരുന്നത് ഇല്ല, 46 വരും. ദെൻ ഗിവൺ മാസ് കണ്ടുപിടിക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്താണ് ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ 2 × 46 ചെയ്യുക. അപ്പം 92 ആണ് ഇവിടെ വരുന്നത്, 92 ഗ്രാം വരും. ദെൻ NO2ന്റെ കേസിൽ വോളിയം എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പം 2 × 22.4 വരും. ദാറ്റ് ഈസ് എത്ര വരും? 44.8 എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ടേബിളിൽ നമ്മൾ എന്താണ് കണ്ടത്? 1 മോള് ഇല്ല, 1 മോൾ വാതകം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് മോൾസ് ഒരു ഗ്യാസിന്റെ കേസിലെ നമ്പർ ഓഫ് മോൾസ് 1 ആവുകയാണെന്ന് അതിന് വോളിയം 22 ആണ്. നമ്പർ ഓഫ് മോൾസ് 2 ആവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, 22 4 × 2 ചെയ്യുക. 3 ആവുകയാണെങ്കിൽ 67 വരും, 10 ആവുകയാണെങ്കിൽ അതനുസരിച്ച് വരും. ഓർത്തിരിക്കേണ്ട കാര്യം, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STPയിൽ ടെമ്പറേച്ചർ 273 പ്രഷർ 180 mm ആയിരിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ആയിരിക്കും. അത് നിങ്ങൾ കാണാതെ തന്നെ ഓർത്ത് തന്നെ പഠിച്ചു വെച്ചോളുക. ക്ലിയർ ആയല്ലോ. ഇനി താഴെ ഒരു ചാർട്ട് തന്നൊരു മൈൻഡ് മാപ്പ് പോലത്തെ ഒരു കാര്യം തന്നിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക, 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? H2 ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ H2 ആണ്, H2 മോളിക്യൂൾ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കറിയാം 1 മോൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? അതിന്റെ വ്യാപ്തം എത്രയാണ് വരുന്നത്? 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ആണുള്ളത്. പിന്നെ എന്താണ് അതിന്റെ മോളാർ മാസ് അല്ലെ? H2 അല്ലേ, അപ്പൊ മോളാർ മാസ് 2 ഗ്രാം ഹൈഡ്രജൻ മാസ്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മോൾ ഹൈഡ്രജൻ മാസ് അല്ല, അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ഗ്രാം ആണ്. അത് 1 മോളാർ മാസ് അല്ലേ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത് മോളിക്യൂൾസിന്റെ എണ്ണം, ഹൈഡ്രജൻ തന്മാത്രകളുടെ എണ്ണം നമുക്കറിയാം 6.022 × 10⁻23 ആണെന്നറിയാം.
പിന്നെന്താണ് 2 മോൾ ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. ഹൈഡ്രജൻ മോളിക്യൂൾ ആണല്ലേ. അപ്പൊ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റം അല്ലേ ഉള്ളത്. അപ്പൊ 2 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതാ നോക്കിയേ, അത് ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 × 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസും ആണ് അവിടെ ഉള്ളത്. അപ്പം 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് STPയിലുള്ളത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള 1 മോൾ ഹൈഡ്രജൻ ഗ്യാസിനെ സംബന്ധിച്ചോളം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അതിന്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ 2 ഗ്രാം ആണ്. H2 അല്ലേ, H2 മോളിക്യൂൾ ആണ്. അപ്പം 2 ഗ്രാം ആണ് വരുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അതെന്ന് പറഞ്ഞിരിക്കുന്നത് മോളിക്യൂൾസിന് തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 ആണ്. പിന്നെ നോക്കുക, ഹൈഡ്രജൻ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം ആണല്ലോ. H2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ആണല്ലോ. അതുകൊണ്ട് തന്നെ 2 മോൾ അല്ലെ, 2 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് 2 × 2 മോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 × 1 മോൾ എത്രയാണ് 6.022 × 10⁻23 അല്ലേ വരുന്നത്. അപ്പം 2 മോൾ എന്ന് പറയുമ്പോൾ 2 × 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റമാണ് വരുന്നത്. പിന്നെ മോളാർ മാസും അല്ലേ, ഹൈഡ്രജൻ ആകുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മോളാർ മാസും ആണ് വരുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഏതൊരു ഗ്യാസിനും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. പ്രധാനമായിട്ടും നമുക്കറിയാം വോളിയം 1 മോൾ എന്ന് പറയുമ്പോഴേ വോളിയം ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ എന്തുമാത്രം മോളിക്യൂൾസ് തന്മാത്രകളുണ്ടെന്നും അറിയാം. ബാക്കി ആറ്റത്തിന്റെ കേസിൽ പറയുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് മോള്. അപ്പോൾ ഓർത്തിരിക്കുക 1 മോള് കേട്ടോ, അതാണ് പ്രധാന പോയിന്റ്. 1 മോൾ ഉള്ള ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ് 22.4 ലിറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. കെമിസ്ട്രി എവിടെ വരെ പഠിക്കുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദർശ വാതക സമവാക്യം എന്ന് പറയും കേട്ടോ. ആദർശ വാതക സമവാക്യം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ആദർശ വാതക സമവാക്യം എന്നാണ് പറയുന്നത്. അപ്പം ഇത് ശരിക്കും നമ്മുടെ 3 ലോസ് ഉണ്ടല്ലോ. അതായത് നമ്മൾ 3 ലോ പഠിച്ചായിരുന്നു. വാതക നിയമങ്ങളെ പഠിച്ചില്ലേ, ഗ്യാസ് ലോസ് പഠിച്ചില്ലേ. അതാണ് ബോയ്സ് ലോ, ചാൾസ് ലോ, അതുപോലെ അവഗാഡ്രോ ലോ. ഇത് 3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കട്ടോ, നമ്മൾ ആദ്യമേ ബോയ്സ് ലോ നോക്കുക. ബോയ്സ് ലോ പഠിച്ചതെന്നാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പം വോളിയം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ചാൾസ് ലോ പഠിച്ചു, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പം വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ അവഗാഡ്രോ ലോ പഠിച്ചായിരുന്നു. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇല്ല, ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ വോളിയം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് 3 ലോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ലോ എന്ന് പറയുമ്പോൾ എല്ലാം വിയുടെ കേസില്ല. അപ്പോൾ വി പ്രപ്പോർഷണൽ ടു 1/p അല്ലേ. ഓൾസോ പ്രപ്പോർഷണൽ ടു ടി എന്ന് എഴുതാം, ഓൾസോ പ്രപ്പോർഷണൽ ടു എൻ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വി പ്രപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം, NT / p എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ എഴുതുന്നത്, ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുവാണ്. അപ്പം വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കൊടുത്തു. എ കോൺസ്റ്റന്റ് ഇൻറ്റു NT/p എന്ന് കൊടുത്തു. ആ കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുന്നത് വി ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നതാണ് ആ കോൺസ്റ്റന്റ്. വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു NT/p എന്ന് എടുത്തു. ഈ ആറിനെ നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ ഈ ആറിനെ പറയുന്നത് കേട്ടോ. ഇതാ നോക്കൂ കേട്ടോ, കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഈസ് റെപ്രസെന്റ് ലെറ്റർ ക്യാപിറ്റൽ ആർ. ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻ ഒന്നുകൊണ്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ പീനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം PV ഈസ് ഈക്വൽ ടു NRT. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ആദർശ വാതക സമവാക്യം. PV ഈസ് ഈക്വൽ ടു NRT. P എന്ന് വെച്ചാൽ പ്രഷർ ആണ്, V വോളിയം ആണ്, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ദെൻ പിന്നെന്താണ്, ആർ എന്ന് വെച്ചാൽ എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ആർ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ദിസ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമുള്ളതാണ്. ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പം പഠിക്കാനുള്ളതാണ് കേട്ടോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു NRT. The gas which obey ideal gas equation at all temperature and pressure are known as ideal gas. ഇത് എല്ലാ താപനിലയും മർദ്ദത്തിലും ഈ സമവാക്യം അനുസരിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ ആദർശ വാതകങ്ങൾ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പം ഏതൊരു ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ ഏതൊരു പ്രഷർ അല്ലെങ്കിൽ എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസ്, അതായത് PV ഈസ് ഈക്വൽ ടു NRT എന്ന ഈ ഇക്വേഷൻ ഒബേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ന് പറയാം, ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. That is a ideal gas equation. PV is equal to NRT. മനസ്സിലായല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്.
ഇതാ നോക്കിയാൽ താഴെ രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇതാ നോക്കിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 224 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് ഈസ് ടേക്കൺ അറ്റ് STP. എന്താണ് പറഞ്ഞിരിക്കുന്നത്? STPയിൽ 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ ദെയർ ഇൻ ഇറ്റ്? അതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട്? ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ ഇറ്റ്? എത്ര തന്മാത്രകളുണ്ട്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ. ഈ ഓക്സിജൻ സാമ്പിളിന്റെ മാസും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം വോളിയം തന്നിട്ടുണ്ട്. ഓക്സിജന്റെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 224 ആണ്. STPയിലുള്ള വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടായിരുന്നല്ലോ STPയിലുള്ളത്. വോളിയം ഇല്ലേ? വോളിയം അറ്റ് STPയിലുള്ള വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം ഇല്ലേ? മോളാർ വോളിയം STPയിലുള്ളത് ഇല്ലേ? അപ്പൊ നമുക്കറിയാം വോളിയം അറ്റ് STP എത്രയാണ് തന്നിരിക്കുന്നത്? 224 ആണ് തന്നിരിക്കുന്നത്. മോളാർ വോളിയം എത്രയാണ്? 22.4 ആണ്. അപ്പൊ എത്ര വരും ആൻസർ? 10 അല്ലേ വരുന്നത്? 10 മോൾ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 10 എന്ന് കിട്ടി. ഇത് ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പൊ ഇവിടുത്തെ ഫ്രാക്ഷൻ മാറുമല്ലോ. അപ്പൊ 10 മോൾസ് എന്ന് വരും. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിലെ കണ്ടല്ലേ? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് നമുക്കറിയാം. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 കിട്ടി. അപ്പൊ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എഴുതിയാൽ മതി. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരുന്നത്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ. ഈ ഓക്സിജൻ സാമ്പിളിന്റെ മാസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇല്ലേ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? മോളാർ മാസ്. അപ്പൊ എന്താണ്? നമുക്ക് ഗിവൺ മാസ് അല്ലേ കണ്ടുപിടിക്കുന്നത്? മാസ് ഓഫ് ഗിവൺ ഓക്സിജൻ. അപ്പം ഗിവൺ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് എന്ന് എഴുതാം. ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതിയല്ലോ. മനസ്സിലാവുന്നുണ്ടോ? നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവിടെ എത്രയാണ്? 10 എന്നാണ് കിട്ടിയത്. ദെൻ മോളാർ മാസ് എത്ര വരും? ഓക്സിജൻ അല്ലേ? O2 അല്ലേ? അപ്പൊ എത്ര വരും? 32 അല്ലേ വരുന്നത്? മോളാർ മാസ് പറയുമ്പോൾ 32 ഗ്രാം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 320 ഗ്രാം. മനസ്സിലായല്ലോ? അപ്പൊ ഗിവൺ മാസ് എത്രയാണ്? 320 ഗ്രാം ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയംസ് ഫ്രം ദ വൺസ് ഗിവൺ ബിലോ അറ്റ് STP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യ വ്യാപ്തമുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിൻ്റെ വോളിയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസിൽ 64 ഗ്രാം ഓക്സിജൻ ആണ്. അപ്പൊ അതിൻ്റെ കേസിൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം ചെയ്ത് നമുക്ക് വോളിയം കിട്ടും. അപ്പൊ അതിന് പിന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആദ്യമേ കണ്ടുപിടിക്കാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? മോളാർ മാസ് ആണ് നമ്മുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം മാസ് ഇവിടെ മാസ് എത്രയാണ്? 64 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 64 ഗ്രാം മോളാർ മാസ് അല്ല. ഓക്സിജന്റെ എത്ര വരും? 32 അല്ലേ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 മോൾ വരും. നമ്പർ ഓഫ് മോൾസ് 2 മോൾ വരും. അപ്പം അതിന്റെ കേസിൽ വോളിയം അല്ലേ? വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വോളിയം. STPയിലുള്ള കേട്ടോ മോളാർ വോളിയം. നമ്പർ ഓഫ് മോൾസ് അവിടെ 2 വന്നു. എത്രയാണ്? STPയിലുള്ള 22.4 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇവിടെ 44.8 ലിറ്റർ എന്ന് വരും ആദ്യത്തെ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ 44 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ്? ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് പറയുമ്പോൾ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. മാസ് എത്രയാണ്? 44 ആണ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ മോളാർ മാസ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ മോളാർ മാസ് എത്രയാണ്? 44 അല്ലേ വരുന്നത്? മോളാർ മാസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? കാർബൺ എന്ന് പറയുമ്പോൾ 12 ആണ് വരുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × 16 വരും ഇല്ല? അപ്പൊ അങ്ങനെയാണ് മോളാർ മാസ് കിട്ടുന്നത്. അപ്പം 44 വരും മോളാർ മാസ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ വരും
അല്ലേ 1 മോൾ വരും. ദെൻ വോളിയം അല്ലേ, വോളിയം എത്ര വരും? വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇവിടെ 1 ആണ്. ദെൻ 22.4 അല്ലേ, അപ്പോൾ എത്ര വരും ഇവിടെ? 22.4 ലിറ്റർ എന്നാണ് ഇവിടുത്തെ വോളിയം വരുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ കേസിൽ ഇതാ നോക്കിയേ, 2 ഇൻറ്റു 6 പോയിന്റ്, ഇതാ നോക്കട്ടെ, 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 NH3 മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. NH3 മോളിക്യൂൾ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നല്ലോ? അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്, 2 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വോളിയം കണ്ടുപിടിച്ചാൽ പോരെ? വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 2 ആണ്. ദെൻ പിന്നെ എത്രയാണ്? മോളാർ വോളിയം എന്ന് വെച്ചാൽ 22.4 ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ 22.4 അല്ലേ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 44.8 ലിറ്റർ കിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഒരേപോലത്തെ വോളിയം വരുന്നത്? ഏതൊക്കെയാണ്? എയും സിയും ഇല്ലേ, എയ്ക്കും സിക്കും. അപ്പം ഇതാ ഇതിന് രണ്ടിനുമാണ് സെയിം വോളിയം, STPയിൽ സെയിം വോളിയം വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെയൊക്കെ നോക്കുക, ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് 2 ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തോട്ടെ. അപ്പം ക്വസ്റ്റ്യനൊക്കെ വായിച്ച് നോക്കി, ഇത് കറക്റ്റ് നമ്മൾ ആ ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം അതനുസരിച്ചിട്ടാണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. അപ്പം വോളിയവും അതുപോലെ തന്നെ മോളും തമ്മിലുള്ള 1 മോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. 22.4 ലിറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതും ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എത്രയാണ് വോളിയം? അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിൽ നിന്ന് നമുക്ക് ഗിവൺ വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ല. നമ്പർ ഓഫ് മോൾസും മോളാർ വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാം, നമ്പർ ഓഫ് മോൾസ് ചോദിക്കാം, അല്ലെങ്കിൽ ഗിവൺ വോളിയം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തുള്ള മോൾ കൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടാവും, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ മോളാർ മാസ് കണ്ടുപിടിക്കാനും അതുപോലെയൊക്കെ വോളിയം ഒക്കെ കണ്ടുപിടിക്കാനും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്